ഇന്നൊരു ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ രാവിലെ വരെ കിടന്നുറങ്ങണം. അതുകൊണ്ട് ഞാനൊരു 9 മണിയായപ്പോഴാണ് എണീറ്റത്. അങ്ങനെ അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ രാവിലത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ദോശയും കൂടെ ചുട്ടാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ദോശ ചുടാനായിട്ട് നിന്നു. അപ്പോൾ ദോശ വേകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചിട്ടു. അതുകൊണ്ട് എന്തായി, അത് രണ്ടായി മുറിഞ്ഞു പോയി. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, അത് നീ വേഗാതെ തിരിച്ചിട്ടത് കൊണ്ടാണ് മുറിഞ്ഞു പോയത്. അങ്ങനെ ഞാൻ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നു. അങ്ങനെ ഞാനതിങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഇന്നലെ നമ്മൾ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് BSc നഴ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഏകദേശം ഇന്നലത്തെ ഷോർട്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് നഴ്സിംഗ് യഥാർത്ഥത്തിൽ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ഞാൻ +1, നമ്മുടെ കഥ തുടങ്ങുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ് ജയിച്ച ഉടനെ കൊമേഴ്സ് എടുക്കാനിരുന്ന എന്നെ വീട്ടിൽ വളരെയേറെ നിർബന്ധിച്ച് എനിക്ക് സയൻസ് എടുത്തു. സയൻസ് എടുത്താൽ ജോലി കിട്ടുന്ന ഏതെങ്കിലും കോഴ്സ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് സയൻസ് എടുപ്പിച്ചു. അപ്പം സയൻസ് എടുത്തു കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഒരു 85% മാർക്കോടുകൂടി ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ മനസ്സിലെന്താ BBA പഠിക്കണം, MBA പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. ബിസിനസ് മൈൻഡായിരുന്നു എനിക്ക്. എന്നിട്ടെന്തായി, വീണ്ടും വീട്ടിൽ അമ്മയുടെ ഫാമിലി എല്ലാവരും നഴ്സുമാരായതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, നഴ്സിംഗ് പഠിക്കുക, അതാകുമ്പോൾ ജോലി കിട്ടും. അങ്ങനെ ഒരുപാട് അടിക്കും വഴക്കിലും കരച്ചിലിന് ശേഷം അങ്ങനെ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. അങ്ങനെ നഴ്സിംഗ് പഠിക്കാൻ പോയി ആദ്യത്തെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേ മനസ്സിലായി എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല ഇതെന്ന്. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ, കാരണം പഠിക്കുക, ഫീസും എല്ലാം കൂടെ ഏകദേശം ഒരു 1,20,000 രൂപയോളം അടച്ചു കോളേജിൽ. അപ്പോൾ പിന്നെ ആലോചിച്ചു, എന്തിനാണ് വെറുതെ ഈ അമ്മ ഇത്രയും പൈസ അടച്ചതല്ലേ, എങ്ങനെയെങ്കിലും നീന്തി തുടിച്ച് പഠിച്ച് കര കയറാമെന്ന് ഓർത്ത് പഠിച്ചതാണ്. പിന്നെ പതിയെ പതിയെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ നഴ്സിങ്ങിൻ്റെ കഥ. അപ്പം നമ്മൾ ഇന്ന് മേടിച്ച മീൻ എന്തുമായിരുന്നു? കൊഞ്ച് കഴിക്കുന്നത് ഇവിടെ ഏറ്റവും ഇഷ്ടം എനിക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 1 കിലോ കൊഞ്ചാണ് മേടിച്ചത്, ബാക്കി മീനുമാണ് മേടിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളി എരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഞാൻ ആ വിളിയിൽ തന്നെ ആലോചിച്ചു, അപ്പിയിട്ടതാണ്. പിന്നെ അതെല്ലാം പോയി കഴുകി വൃത്തിയാക്കി വീണ്ടും വന്നിട്ടാണ് ബാക്കി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ചേച്ചി രാവിലെ പല്ലൊന്നും തേച്ചില്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വന്നത്. പക്ഷേ രാവിലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ അമ്മയും ഞാനും കൂടി ഒരു തർക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് പല്ല് വയ്യാത്തത് കൊണ്ട് കഴിക്കാൻ തോന്നുന്നില്ല, വേദനയുണ്ടേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അമ്മയുടെ വഴക്കിൻ്റെ പ്രകാരം ഞാൻ 1 ഗ്ലാസ് പാലും 1 മുട്ടയും പുഴുങ്ങിയും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളി എരിയുന്നു, അമ്മ മീൻ കണ്ടിക്കുന്നു. അപ്പം അമ്മ മീൻ കണ്ടിക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ റെഡിയാക്കാമല്ലോ. അങ്ങനെ ഞാൻ അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഓണമൊക്കെ ഇവിടം വരെയായി. ഇന്ന് അത്തമല്ലേ, അത്തപ്പൂക്കളൊക്കെ ഇട്ടോ? ഇവിടെ അത്തപ്പൂക്കളൊന്നും ഇട്ടില്ല ഈ പ്രാവശ്യം. പിന്നെ ഇനി തിരുവോണത്തിൻ്റെ അന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണക്കോടിയൊക്കെ എടുത്തു. എല്ലാവരും കടകളിലൊക്കെ ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. ഞാൻ ഇന്നാൾ പോയപ്പം 2 ദിവസം മുന്നേ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓണക്കോടിയൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഓണക്കോടി കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. ഞാൻ വളർന്നു വരുന്ന സാഹചര്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറച്ച് പേരൊക്കെ സഹായിച്ചു. അങ്ങനെ അവർക്കൊക്കെ ഓണക്കോടി എടുത്തു. അതിൽ ഒരാളാണ് എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഞാൻ കൊണ്ടുപോയി ഓണക്കോടിയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിയലിനരിയുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് അവിയൽ വെക്കാനും ഇത് വെക്കാനും ഒക്കെ ഞാൻ ഈ ഇടയ്ക്കാണ്, ഒരു 1-1.5 വർഷമായതേ ഉള്ളൂ ഇതൊക്കെ പഠിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിയലിനൊക്കെ അരിഞ്ഞ് കൊടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തപ്പി പറക്കിയാണ് അരിയുന്നത്. എനിക്ക് അടുക്കള കയറി എന്തെങ്കിലും ഒരു അപകടം പറ്റും. ഒന്നുകിൽ കൈമുറിയും, അല്ലെങ്കിൽ പൊള്ളും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ച് വെക്കാറുണ്ട്. ഇന്ന് പറ്റിയത് കൈമുറിഞ്ഞതാണ്. പിച്ചാത്തി കൊണ്ട് കൈമുറിഞ്ഞു. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, അടുക്കള കയറി കഴിഞ്ഞാൽ 3 പിച്ചാത്തിയുള്ള വീടാണിത്. പക്ഷേ സമയം നോക്കുമ്പം ഒന്നും കാണത്തില്ല. ഒരെണ്ണം അമ്മ മീൻ കണ്ടിക്കുന്നുണ്ട്, ബാക്കി 2 പിച്ചാത്തിയുണ്ട്, അത് രണ്ടും കാണുന്നില്ല. പിന്നെ ഒരു പിടിയില്ലാത്തൊരു പിച്ചാത്തി എടുത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത്. അപ്പോൾ ദാ കൈയും മുറിഞ്ഞു. അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്തോ എല്ലാവർക്കും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായി ദാഹം വന്നു. അപ്പം ഞാൻ ഭർത്താവിനെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അണ്ണ ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം വന്ന് എനിക്കൊരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഉപ്പും പഞ്ചസാരയും ഇട്ട് പിഴിഞ്ഞ് തന്നു, അമ്മയ്ക്ക് ഉപ്പിട്ട് പിഴിഞ്ഞ് കൊടുത്തു. വലിയ തിരക്കേടില്ലായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും അദ്ദേഹം ഫോണിൽ തൊണ്ടനായി വീണ്ടും പോയി. അങ്ങനെ ഞാൻ വീണ്ടും പച്ചക്കറി അരിയാണ്. ഈ സമയം എൻ്റെ പുത്രനെ നോക്കുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഇവിടെ നിന്ന് കൊച്ചിന് അവൻ എന്തൊക്കെയൊക്കെയോ അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛൻ പറ്റാവുന്നതൊക്കെ സാധിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവിടെ അടിയും വെള്ളപ്പൊക്കവും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. അപ്പം നമ്മൾ അരിഞ്ഞ അവിയലിനുള്ള അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി അത് അടപ്പയിലാക്കണം.
അടപ്പയിലാക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ഞം ഞം മുഴുകാൻ. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് ശടപടേന്ന് നിൽക്കണം. എനിക്ക് അടുക്കള കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഇറങ്ങണം. എനിക്കിങ്ങനെ രാവിലെ കയറി ഉച്ച വരെ അടുക്കള നിൽക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഒതുക്കണം. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കപ്പയ്ക്കയുടെ കഷ്ണവും കിട്ടിപ്പോണ്ട് അതും കൂടെ അരിഞ്ഞ് അവിയലിനകത്ത് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അതും അരിഞ്ഞിട്ടു. അതിന് ശേഷം പിന്നെ ഞാൻ ബാക്കിയെല്ലാം അമ്മ ചെയ്തോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചവിട്ടി കഴുകാനുണ്ട്, അതെല്ലാം പറക്കിക്കൂട്ടി കഴുകാം. കാരണം ഇന്ന് വെയിൽ കണ്ടൊരു ദിവസമാണ്. ഇനി എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ വെയിലത്ത് പോയിരുന്ന് അടുക്കളയിലിട്ടിരുന്ന് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ കിടന്ന ചവിട്ടികളെല്ലാം വാരി പറക്കിയിട്ട് കഴുകി. എന്തൊരഴുക്കാണ് ഇതിനകത്തൊക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഴുകി. ഒടുക്കത്തെ വെയിൽ, സൂര്യൻ എൻ്റെ നേർക്ക് തന്നെ വന്നിരുന്ന് അതൊന്നും അടിക്കുന്നത്. അങ്ങനെ എന്തായാലും അതെങ്ങനെയെങ്കിലും കഴുകിയിട്ടു. ഇവിടെ മതിലിലാണ് ഇട്ടത്. ഇവിടെ അയൽ അങ്ങനെ ഇടാറില്ല ഈ ചവിട്ടിയൊന്നും. നമ്മൾ മതിലിലാണ് ഇട്ടത്. അങ്ങനെ മതിലിട്ടു. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല വെയിലുണ്ടേ. അങ്ങനെ അതെല്ലാം ചെയ്യണം. ബാക്കി എല്ലാ സൈഡും ചെത്തി വാരി. ഒരു സൈഡും കൂടെ ഉണ്ട് ചെത്തി വാരം. അത് ഈ സൈഡാണ്. അതിന്ന് വൈകിട്ട് ചെത്തി വാരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചെത്താൻ ഭയങ്കര വെയിലാണ്. ഈ സൈഡിലാണ് എപ്പോഴും വെയിൽ. 3 മണി കഴിഞ്ഞ് ഈ സൈഡിൽ വെയിൽ താരത്തുള്ളൂ. അപ്പോൾ വന്നിട്ട് ഈ സൈഡെല്ലാം കൂടെ ചെത്തി വാരണം വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് എന്നോട് ചോദിക്കാറുണ്ട് നഴ്സിംഗ് നല്ലതാണോ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് കൊണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഇഷ്ടപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോരുത്തർക്കും ഓരോ എനിക്കിതിപ്പോൾ ഇഷ്ടമാണ്. എങ്ങനെയോ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ ചവിട്ടികളെല്ലാം കഴുകി ഇട്ടു. ഇനിയും കുറച്ച് 2-3 ചവിട്ടികളുണ്ട്, അത് പിന്നെ കഴുകാം. എനിക്ക് വെയിലത്ത് നിന്ന് വയ്യ, മൈഗ്രെയിൻ ഉണ്ട്. ഇനി എപ്പോഴാണ് അത് കുറ്റിയും പറിച്ച് വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ആ പീക്കാണ്ടി ചെറുക്കന് ചോറ് കൊടുക്കണം. അപ്പോൾ അവൻ എന്നോട് പറയുന്നു അതായത് മൊബൈൽ തന്നാൽ അവൻ ചോറുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാക്കയെ കാണിച്ചു തരാം. അങ്ങനെ കാക്കയും കിളികളെയൊക്കെ കാണിച്ച് അവനും ചോറ് കൊടുത്തു. പിന്നെ ഞാനും ഉടനെ കൂടെ ഒരുമിച്ച് കഴിച്ചു.